നമസ്കാരം. ഗീതമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ഐറ്റം കാണിക്കാം. ദേ എൻ്റെ കയ്യിലിരിക്കുന്നത് 2 ചൗചൗ ആണ്. ചൗചൗ എന്ന് പറയുന്ന ഈ വെജിറ്റബിൾ സൂപ്പർ മാർക്കറ്റുകളിലും പച്ചക്കറി കടകളിലും എല്ലാം കിട്ടുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് അതുകൊണ്ടൊരു തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ചൗചൗ എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി അത് ഞാനൊരു പാനിലിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ചേർക്കാൻ കുറച്ച് ഉപ്പ്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഈ ചൗചൗ ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉപ്പിട്ട് വേവിച്ച ചെറുപയറാണ്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ചേർക്കാം. ഇനി ഇത് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. പിന്നെ ഇതിനകത്ത് ഒരു അരപ്പ് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുറി തേങ്ങായ, ഒരു 6-7 അല്ലി ചുമന്നുള്ളി, ഒരു 3-4 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു നുള്ളു ജീരകം, ഇത് ഇത്രയും കൂടെ ഒന്ന് മിക്സിയുടെ ഒരു ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരയല്ലേ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ആ സമയം കൊണ്ട് ആ ചൗചൗ ഒന്ന് വേവുകയും ചെയ്യും. ഇപ്പോൾ ചൗചൗ ഒക്കെ ഒരുമാതിരി വെന്തിട്ടുണ്ട്, പകുതി വേവായി. ഇനി ഈ അരപ്പും കൂടി ഇട്ട് നമുക്ക് ഇത് വേവിക്കാം. ഈ അരപ്പിനകത്ത് ഈ വെളുത്തുള്ളിയുടെ ഉള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ചുവയുണ്ട്, അതൊക്കെ ഒന്ന് മാറാനാണ്. അപ്പോൾ ആ ചൗചൗ ഒന്ന് 4 വശത്തോട്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ട് നടുക്കോട്ട് ഈ അരപ്പിട്ടിട്ട് ഈ ചൗചൗ വാരിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒരല്പം ഒന്ന് വേവിക്കണം. അപ്പോൾ ആ അരപ്പൊന്ന് വേകും, അതിനകത്തെ ആ പച്ചമണം എല്ലാം മാറി അരപ്പൊന്ന് വെന്ത് വരും. അപ്പോൾ നമുക്കിനി അത് മൂടി വെച്ച് ഒന്നുകൂടെ വേകട്ടെ, ആ അരപ്പ് നല്ലോണം ഒന്ന് മിക്സ് ആകട്ടെ. അരപ്പെല്ലാം വെന്തു, ചൗചൗവും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് അടുത്ത പരിപാടിയെന്ന് പറയുന്നത് ഈ ചെറുപയർ ചേർക്കുകയാണ്. അപ്പോൾ ആ ചെറുപയർ ചേർത്തു. ഇനി ആ ചെറുപയറും ചൗചൗവും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ആ ചെറുപയറിൻ്റെ സ്വാദ് ചൗചൗവിലും പിടിക്കണം, ചൗചൗവിൻ്റെ സ്വാദ് ചെറുപയറിലും പിടിക്കണം. അതിനു വേണ്ടി ഒന്നുകൂടെ ഒന്ന് അല്പസമയം കൂടി ഒന്ന് വേവിച്ച്, പിന്നെ അതിനകത്ത് വെള്ളമയം ഉള്ളതെല്ലാം വറ്റണം, ഇച്ചിരി ഡ്രൈ ആകണം. ഇനി നമുക്കിതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ ചെറുപയറും ചൗചൗവും എല്ലാം നല്ലോണം വെന്ത് നല്ല മിക്സായി, എല്ലാം വെള്ളമൊക്കെ വറ്റി. ഇനി ആ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനിയും ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ അതിലുണ്ട്, അതും കൂടെ എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അങ്ങനെ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിട്ട്. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്.
ഇനി ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ഈ കുത്തരിയാണേ. ആ കുത്തരി കിടന്നൊന്ന് മൊരിഞ്ഞ് അത് ഈ തോരൻ്റെ ഇടയിലൊന്ന് കടിക്കുമ്പോൾ ആ അരി വറുത്ത ഒരു കടി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ 2 വറ്റൽമുളകും മുറിച്ചിട്ടു. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഈ തോരൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് അത് ഒന്ന് അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകാതെ ആ താളിച്ച സ്മെല്ല് ലോക്കാകണമെങ്കിൽ അതൊന്ന് മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് പിന്നെ അത് മിക്സ് ചെയ്യാം. അപ്പോൾ ആ സ്മെല്ല് ലോക്കായിട്ട് അതിലിരിക്കും. പിന്നെ ഇത് നല്ല ഈ ചൗചൗവിനകത്ത് നിറയെ ഫൈബർ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ അത് വയറിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ചെറുപയറും കൂടെ ഉള്ളതുകൊണ്ട് നിറച്ചും പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. അപ്പം അതൊക്കെ എല്ലാവർക്കും ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.